നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാറ്റുവേലയാണ് ഇന്ന് നമ്മുടെ വിഷയം. അപ്പോൾ ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതോടൊപ്പം എൻ്റെ ഈ വർഷത്തെ വലിയ കൃഷിക്കാരിയൊന്നുമല്ല, ചെറിയ രീതിയിൽ ചെയ്യുന്ന ഇതിൻ്റെ തുടക്കമായി ഒരു ഗ്രോ ബാഗ് നടക്കുന്നതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഒരു കർഷക കുടുംബത്തിൽ, അതായത് ഒരു കർഷകൻ്റെ കൊച്ചുമോളായിട്ട് ജനിച്ച ഞാൻ, ആ ഒരു ടേസ്റ്റ് ചെറുതായി കിട്ടിയതായിരിക്കാം. കൃഷിയെ ഭയങ്കര ഇഷ്ടമാണ്. ചെടികൾ നടാനും അതുപോലെ കുറച്ച് കൃഷിയൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ മാത്രമല്ല, ഞാനൊരു പ്രവൃത്തി പരിചയ അധ്യാപികയാണ് തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിഷയത്തിൽ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ പ്രവൃത്തി പരിചയത്തിൻ്റെ ഭാഗമായി ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് ആഹാരവും കൃഷിയും എന്ന് പറയുന്ന മേഖലയാണ്. അപ്പോൾ ആ മേഖല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായ ഒരു കടമ കൂടിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്കും കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അമൃതവർഷിണിയായി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട തിരുവാതിര ഞാറ്റുവേല വിരുന്നെത്തി. ജൂൺ 21 മുതൽ ജൂലൈ 4 വരെ ഭൂമിദേവിയെ പുഷ്പിണിയാക്കുന്ന തിരുവാതിര ഞാറ്റുവേല ഏത് കൃഷിയായാലും വേരിറങ്ങുന്ന ഉത്തമ സമയമാണിത്. 27 ഞാറ്റുവേലകളുണ്ട് നമുക്ക്. 27 നക്ഷത്രങ്ങളുടെ പേരിൽ അവ അറിയപ്പെടുന്നു. എന്നാൽ തിരുവാതിര, പുണർദം, പൂയം, ആയില്യം എന്നീ ഞാറ്റുവേലകൾ ആണ് പ്രധാനം. അവയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവാതിര ഞാറ്റുവേല. ഏത് കൃഷിയും ഈ സമയത്ത് ഉത്തമമാണ്. തിരിമുറിയാത്ത മഴ, ഇടയ്ക്ക് വീശുന്ന കാറ്റ്, പുലരാൻ നേരത്ത് മഞ്ഞ് എന്നിവയാണ് ഇവയുടെ സവിശേഷത. സുഖമുള്ള ഒരു കാലാവസ്ഥയാണ് ഈ സമയത്ത്. കുരുമുളകിന് ഏറ്റവും വിശേഷ കാലമാണിത്. ഞായർ എന്നാൽ സൂര്യൻ്റെ മറ്റൊരു പേരാണ്. ഞാറ്റുവേല സൂര്യനുള്ള കാലം, അതായത് ഞായർ വേള ലോപിച്ച് ഞാറ്റുവേലയായി. തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ഏത് വിത്തും കമ്പും എന്ന് വേണ്ട, എന്തും നട്ടാൽ നന്നാവും. സാമൂതിരിയുടെ കാലത്ത് വാസ്കോഡഗാമയുടെ നേതൃത്വത്തിൽ പറങ്കികൾ കുരുമുളക് തൈകൾ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവാൻ അനുവാദം ചോദിച്ചു. സാമൂതിരി ധാരാളം തൈകൾ അവർക്ക് നൽകി. ഇതുകണ്ട് പേടിച്ച മങ്ങാട്ടച്ചൻ ഇതിൻ്റെ ഭവിഷ്യത്ത് അറിയിച്ചപ്പോൾ സാമൂതിരി കൊടുത്ത മറുപടി ശ്രദ്ധേയമാണ്. അവർക്ക് നമ്മുടെ കുരുമുളക് തൈകളെ കൊണ്ടുപോകാൻ പറ്റൂ, നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകാനാവില്ലല്ലോ എന്നാണ് സാമൂതിരി കൊടുത്ത മറുപടി. ഞാറ്റുവേലകളെക്കുറിച്ച് പല പഴഞ്ചൊല്ലുകളും നിലവിലുണ്ട്. അശ്വതിയിലിട്ട വിത്തും ഭരണിയിലിട്ട മാങ്ങയും കേടുവരില്ല എന്നും, വിഷുവോടെ വിരിപ്പിന് വിത്തിടാമെന്നും, അതേപോലെ തിരുവാതിര മുറിയാതെ ചെയ്യണം എന്നും, നെല്ലിന് മഴ പെയ്താൽ പുല്ലാണ് നെല്ല്, പൂയത്തിൽ നട്ടാൽ പുഴുക്കേട് എന്നിവയാണ് അവയിൽ ചിലത്. ഇപ്പോൾ ഈ ഞാറ്റുവേലയ്ക്ക് നമുക്ക് വിത്തിടാം, കൃഷി ചെയ്യാം, കീടനാശിനി മുക്തമായ നല്ല ആഹാരം കഴിക്കാം. അതിലൂടെ നമ്മുടെ ഭാവി തലമുറയ്ക്കും ഞാറ്റുവേല പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഈ ഞാറ്റുവേല കാലത്ത് കുറച്ച് കൃഷികൾ നട്ട് എല്ലാവർക്കും മാതൃകയാകാം. ഇന്ന് നമുക്ക് ഗ്രോ ബാഗ് എങ്ങനെ ഇറക്കുന്നു എന്ന് നോക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ: നല്ല മണ്ണ്, മേൽമണ്ണ്, പിന്നെ ചകിരിച്ചോറ് ഇല്ലാത്തത് കൊണ്ട് ചകിരീൻ്റെ നാരുകൾ മുറിച്ചെടുത്തതാണ്. കുമ്മായത്തിന് പകരം നമുക്ക് ചാരം ഉപയോഗിക്കാം. പിന്നെ ചാണകപ്പൊടി, കരിയില, ഇത്രയും സാധനങ്ങൾ കൊണ്ട് ഗ്രോ ബാഗ് നിറക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു ഷീറ്റ് നിലത്ത് വിരിച്ച് അതിലേക്ക് മേൽമണ്ണ് നമ്മൾ തട്ടിക്കൊടുക്കുക. ഇതിൽ 100 ഗ്രാം കുമ്മായം ഇട്ട് 15 ദിവസം വെച്ച ശേഷം വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് മണ്ണ് തയ്യാറാക്കി 15 ദിവസം വെക്കുക. അതിലുള്ള കല്ലുകളൊക്കെ മാറ്റി എടുക്കുക. അപ്പോൾ കുമ്മായം ഇട്ട് റെഡിയാക്കി വെക്കുന്നത് മണ്ണിലെ അമ്ലത കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഇതിൽ ചകിരിച്ചോറാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ചകിരിച്ചോറ് മിക്സ് ചെയ്യുന്നതിൻ്റെ കാര്യം, വെള്ളം നല്ല നീർവാർച്ച ഉണ്ടാവാനും ഈർപ്പം നിലനിർത്താനും ചകിരിച്ചോറിട്ട് നമുക്ക്
മണ്ണ് മിക്സ് ചെയ്യണം. ഇനി ഇതിൽ ഞാൻ ചാരം, അതായത് നമ്മളെ വെണ്ണീർ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് ശേഷം നമ്മളിതിൽ ഏതാണോ നമുക്ക് വളമായി ഉപയോഗിക്കുന്നത്, അതായത് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടം അങ്ങനെയുള്ള സംഭവങ്ങൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചെടീൻ്റെ വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ്. അതേപോലെ ഇതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ എല്ലുപൊടി ഇപ്പോൾ ഇല്ല, അപ്പോൾ അത് പിന്നീട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നന്നായി പൊടിച്ച് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് എടുത്ത ശേഷമാണ് നമ്മൾ ഗ്രോ ബാഗിലേക്ക് നിറക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഗ്രോ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രോ ബാഗ് എങ്ങനെ നിറക്കുന്നതെന്ന് നോക്കാം. ഇതിൽ കുറേ ഹോൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ ഈ മിക്സ് ചെയ്ത ഇത് നിറച്ചു കൊടുക്കുന്നു. അപ്പോൾ ഗ്രോ ബാഗ് ഇതാ പല വലിപ്പത്തിൽ കിട്ടും. ഇത് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ളതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് മണ്ണ് നിറക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കരിയിലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാതിൻ്റെ ഇലയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ തണ്ടുകളൊക്കെ കളഞ്ഞ്, അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്ത് ചകിരിയോ അല്ലെങ്കിൽ ഇലകൾ ഉണങ്ങിയ ഇലകളോ എടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഉണങ്ങിയ ഇല കിട്ടാനില്ല, എന്നാലും ചെറിയ നനവുള്ള ഇലകൾ ഉണ്ട്, അത് ഇടാൻ പോകുന്നത്. അപ്പോൾ ജാതിൻ്റെയൊക്കെ ഇലയാണെങ്കിൽ അതിൻ്റെ ഈ തണ്ട് കളയണം. അപ്പോൾ അത് മാറ്റി വെച്ച് ആ ഇലകളെടുത്ത് നമുക്ക് ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്ത് വെക്കാം. വെള്ളം ഇറങ്ങിപ്പോകാനുള്ള സൗകര്യത്തിനാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നിന്ന് മിക്സായി വളമാവും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇതിൽ നിറച്ചതിന് ശേഷം നമുക്ക് മണ്ണ് മിക്സ് ചെയ്ത വളമൊക്കെ മിക്സ് ചെയ്ത ഈ മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രോ ബാഗിൽ നമ്മൾ ഒരു പകുതിയിൽ കുറച്ച് അധികമായിട്ട് ഇതെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് വെക്കണം. ഇതിൽ ചെടി ഒരു ദിവസം കഴിഞ്ഞിട്ട് നടുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം മോശമല്ലാണ്ട് വെള്ളം ഒഴിച്ച് വെക്കുക. നാളെ നമുക്ക് ആവശ്യമുള്ള ചെടി ഏതാണോ അത് ഇതിൽ നട്ടു വെക്കുക. നമ്മൾ ഗ്രോ ബാഗ് നിറച്ചു. ഗ്രോ ബാഗിൽ ഒരു മുക്കാ പോരെയാണ് നമ്മൾ മണ്ണ് നിറച്ചിട്ടുള്ളത്. ഇനി ചെടി വളർന്നു വരുന്നതോറും നമുക്ക് കുറച്ച് മണ്ണ് ഇതിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു റെഡ് ലേഡി പപ്പായേൻ്റെ തൈയാണിത്. അപ്പോൾ ഗ്രോ ബാഗിൽ നടുന്നതിനേക്കാളും പുറത്ത് നടുന്നതാണ് നല്ലത്. പക്ഷേ ഇവിടെ മണ്ണ് നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്ത് നടുന്നില്ല, ഗ്രോ ബാഗിൽ നടുന്നു. അപ്പോൾ റെഡ് ലേഡി പപ്പായ തൈ എടുത്ത് ഞാനിതിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിനെ നന്നായി പ്രസ് ചെയ്ത് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക, കൃഷിയെ സ്നേഹിക്കുക. All the best.